സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തിയത്. പ്രതിദിനം 35 പേരിലാണ് പുതുതായി ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, 4 ജില്ലകൾ പ്രത്യേകിച്ച് അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ജില്ലകളിലെ സാഹചര്യം എന്താണ്? മാത്രമല്ല, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ബന്ധപ്പെട്ട വകുപ്പ്, ആരോഗ്യവകുപ്പ് അത് ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ടോ? അതിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട്? ആരോഗ്യവകുപ്പ് അത്തരത്തിലുള്ളൊരു വിശദമായ പഠനത്തിലേക്ക് ഒന്നും തന്നെ ഇതുവരെയും കടന്നിട്ടില്ല ലക്ഷ്മി. ഏതായാലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കണക്കിൽ പറയുന്നൊരു കാര്യം. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് എ വകഭേദമാണ്. അത് വലിയ രീതിയിൽ തന്നെ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിദിനം 35 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഒരു മാസം രോഗം സ്ഥിരീകരിക്കുന്നത് 600 പേരാണ് എന്നുള്ളൊരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വകഭേദമാണെങ്കിൽ അത് പ്രതിദിനം 10 പേർക്കാണ് സ്ഥിരീകരിക്കുന്നത്. ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 5000-ന് പുറത്തേക്ക്, ഏതാണ്ട് 6000-നടുത്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിലൊരു വർധനവ് തന്നെയാണ് ഈ ഒരു കണക്കിൽ ഉണ്ടാകുന്നത്. ഈ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നും തന്നെ ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വകഭേദം ഇത്രത്തോളം വ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മരണനിരക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ വാക്സിനേഷൻ ലഭ്യമാണ്, മരുന്ന് ലഭ്യമാണ്. പക്ഷേ എങ്കിൽ കൂടെ മരണനിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന ഒരു കാര്യം. ഈ സംസ്ഥാനത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ മലിനമായിട്ടുള്ള ജലം കുടിക്കുന്നതും അല്ലെങ്കിൽ ഈ അമിതമായിട്ടുള്ള മദ്യപാനം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ ബാധിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിവയാണ് ഈ വൈറസിന്റെ വകഭേദങ്ങൾ. ഏതായാലും ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഏതായാലും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ വെങ്ങാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്നത്. നമുക്കറിയാം, ഈ വേനൽക്കാലമായ ഒരു സാഹചര്യത്തിലൊക്കെ എല്ലായിടത്തും ജ്യൂസ് വിപണി വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ കൃത്യമായി ശുദ്ധമായ ജലത്തിലാണോ ഇതൊക്കെ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ കൃത്യമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയും അത്തരത്തിലൊരു പരിശോധനകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായി ശുദ്ധജലം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നൊക്കെ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ എവിടെയും അത്തരത്തിലുള്ള പരിശോധനകളോ നടപടികളിലേക്കോ ഒന്നും തന്നെ വകുപ്പുകൾ കടന്നിട്ടില്ല. അത് തന്നെയാണ് ഇത്രത്തോളം രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചത്. അത് ഒരു കാരണം മാത്രമാണ്. മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഈ വ്യാപിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ശുദ്ധജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ആ ഒരു കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നതിലോ നിർദ്ദേശം നൽകുന്നതിലോ നേരത്തെ തന്നെ, അതായത് ഈ വേനൽക്കാലം സജീവമായ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിക്കേണ്ടതായിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് ഈ ക്രമാതീതമായ ഒരു വർധനവ് സംസ്ഥാനത്തെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം അത് വ്യാപിക്കുന്ന സമയത്താണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിക്കുന്നത് കേരളത്തിലാണ്. അത് പ്രതിദിനം 35 പേർക്ക് സ്ഥിരീകരിക്കുന്നുണ്ട്, മാസം 500-ലധികം പേർക്ക് സ്ഥിരീകരിക്കുന്നുണ്ട്, വർഷം 5000-ൽ പുറത്താണ് ഇത് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പുറത്തുവിടുന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഇതിന് പല വകഭേദങ്ങളുണ്ട്. പക്ഷേ ഈ ഹെപ്പറ്റൈറ്റിസ് എ മാരകമാകാൻ കാരണം ഈ അനുബന്ധ രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ച് HIV ബാധിതരും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കൊക്കെ ഇത് ബാധിച്ചാൽ അത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടത് എന്നുള്ളത്. കാരണം സ്വയം ചികിത്സ പാടില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം പനി പോലെയല്ല, രോഗലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് പ്രകടമാകും. ശാസ്ത്രീയമായ ചികിത്സ തന്നെ നൽകണമെന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഒരു ഗുരുതര സാഹചര്യം ഈ രോഗത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
അതെ ലക്ഷ്മി, ഇത് കരളിനെയാണ് ബാധിക്കുക. അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്സിനേഷൻ ലഭ്യമാണ്, മരുന്നും ലഭ്യമാണ്. പക്ഷേ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ്. അതിനെ ആ ഗൗരവത്തോടു കൂടി കാണണം. ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നതെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും. ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ യോഗം വിളിച്ചു ചേർത്ത് DMOമാർക്കും ജില്ലാ കളക്ടർമാർക്കും ഒക്കെ ഓരോ ഈ വെങ്ങാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കാനും ഇടപെടൽ നടത്താനും ഒക്കെ നിർദ്ദേശമൊക്കെ നൽകുന്നത്. മാത്രമല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നുള്ള നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് ഇപ്പോഴാണ് പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഒരു വർധനവല്ല എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. കാരണം ഇത് നേരത്തെ തന്നെ, അതായത് 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെ സാഹചര്യം മറ്റൊന്നാണ്. ആ ഒരു രീതിയിലേക്ക് കേരളം മാറിയിരുന്നു. ആ വർധനവ് രേഖപ്പെടുത്തുന്നു. ആ കണക്കുകളൊന്നും തന്നെ കൃത്യമായി പരിശോധന നടത്താതെ അതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താതെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയത്. അത് എല്ലാ വിഷയങ്ങളും പോലെ തന്നെ ഏറ്റവും ഒടുവിൽ, അതായത് ഒരു മരണം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു രോഗം വലിയ രീതിയിൽ വ്യാപിക്കുമ്പോൾ മാത്രം അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന സമീപനം, അത് എല്ലാ വിഷയങ്ങളിലും അതേ രീതിയിലുള്ള സമീപനം തന്നെയാണ് ആരോഗ്യവകുപ്പ് തുടർന്നു പോകുന്നത് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്നൊരു വിമർശനം. അതേ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നത്. ഈ ഒരു വളരെ വീക്കായിട്ടുള്ള ആളുകൾക്ക് മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പല അസുഖങ്ങളുള്ളവർക്കും പ്രായമായവർക്കും ഗർഭിണികൾക്കൊക്കെ തന്നെ ഈ അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ട ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയും സംഭവിച്ചു എന്നുള്ളതാണ് പോയിന്റ് വളരെ കൃത്യമാണ്. കാരണം ഇപ്പോൾ 4 ജില്ലകളിൽ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ കാര്യമായ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും കഴിഞ്ഞ 2 വർഷമായി ഈ രോഗം പതിയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തെ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വേനൽക്കാലമാണ്, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നവർ മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ ഈ ഐസും ഒപ്പം തന്നെ വെള്ളമൊക്കെ കുടിക്കുന്ന, പുറത്ത് നിന്ന് ഈ പാനീയങ്ങളൊക്കെ കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നൊക്കെ ആരോഗ്യവകുപ്പ് ഈ ഒരു കാലാവസ്ഥ മുൻനിർത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ 2 വർഷങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ രോഗം ഇങ്ങനെ പിടിമുറുക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം. പക്ഷേ അവനവൻ തന്നെ ശ്രദ്ധ എടുക്കണമെന്നുള്ളതാണല്ലേ നിലവിലെ സാഹചര്യം. ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ മുൻകരുതൽ എന്നുള്ളതിലൊക്കെ പ്രതീക്ഷ കൈവിട്ട് സ്വന്തമായി ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് മാത്രമേ ചെയ്യാനാകൂ എന്നുള്ളതാണ് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം. അതെ, ആ രീതിയിൽ തന്നെയാണ്. കാരണം ഈ നേരത്തെ ഇതിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപല്ല ലോകാരോഗ്യ സംഘടന തലത്തിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നിലനിന്നിട്ട് പോലും എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ഒരു ശക്തമായൊരു നടപടികളിലേക്കോ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം. അത് പല കോണുകളിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യം അത്തരത്തിലാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽക്കാലം സജീവമായതോടുകൂടി നമുക്കറിയാം അതികഠിനമായ ചൂടാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് എല്ലായിടത്തും ജ്യൂസ് വിപണിയും ഈ മറ്റ് ഡ്രിങ്ക്സുകളൊക്കെ വലിയ രീതിയിൽ വ്യാപകമായി അത് വിൽക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഐസ് എന്നുള്ളതാണ്. ഈ ഐസ് നിർമ്മിക്കുന്നത് ശുദ്ധജലത്തിൽ നിന്നല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മലിനജലമാണ്. അത് പല തരത്തിലുള്ള രോഗങ്ങൾക്ക് വഴിവെക്കും. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ശുദ്ധമായിട്ടുള്ള ജലം മാത്രമേ ഇതിൽ ഉപയോഗിക്കാവൂ എന്നുള്ളത്. പക്ഷേ ആ ഒരു നിർദ്ദേശം നൽകുകയല്ലാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ പരിശോധനകളൊന്നും തന്നെ വ്യാപകമാക്കിയിരുന്നില്ല. എല്ലാ കടകളിലും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുകയോ അത്തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള വിപണികൾ സജീവമാക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രോഗവ്യാപന തോതൊക്കെ കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. ഓരോ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഈ ഒരു രോഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് യോഗങ്ങൾ ഉദ്യോഗസ്ഥരുടെ അധ്യക്ഷതയിലൊക്കെ തന്നെ യോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സാഹചര്യം. ഏതായാലും ഈ ഹെപ്പറ്റൈറ്റിസ് എ വകഭേദത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്നുള്ളതാണ്. ഈ പ്രതിദിനം 35 പേർക്ക് സ്ഥിരീകരിക്കുന്നു, മരണനിരക്ക് വർദ്ധിക്കുന്നു. ഈ പ്രതിമാസം 600 പേർക്ക് സ്ഥിരീകരിക്കുന്നു, വർഷം 5000 പേർക്ക് സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. അതിനെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ മരണനിരക്ക് വർദ്ധിക്കും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്ന മുന്നറിയിപ്പ്.